ഒരു പഴംപൊരി, ആ ഒരു ഉഴുന്നോട്. ആ ആഹാ കിട്ടിയോ? ആ കിട്ടി മിസ്സേ. ഇതെന്താ കുറെ ഉണ്ടല്ലോ. എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. ഭയങ്കര വയറ്. കുറയ്ക്കണം എന്നാ പിന്നെ നിനക്ക് ജിമ്മിൽ പോകൂടെ? മിസ്സേ, എന്നെ കൊണ്ടത് പറ്റത്തില്ല. എങ്കിൽ പിന്നെ ഇതൊക്കെ നിർത്തിയിട്ട് ഡയറ്റ് നോക്ക്. ജിമ്മിൽ പോകാനും പറ്റത്തില്ല, ഡയറ്റ് ചെയ്യാനും പറ്റത്തില്ല. എന്നാ പിന്നെ ഒറ്റ മാർഗേ ഉള്ളൂ. അതെന്താ? കുറച്ച് പൈസ ചെലവാക്കാൻ പറ്റുമോ? ഇത്ര വേണ്ടി വരുമായിരിക്കും മിസ്സേ. ചന്ദ്രനിലോട്ട് പോകാൻ എത്ര പൈസ വേണോ അത്രയും. ചന്ദ്രനില്ല. ചന്ദ്രനില് ഇപ്പൊ ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം എത്രയാണോ അതിന്റെ 1/6 മാത്രമേ ചന്ദ്രനിലെ ആ വസ്തുവിന്റെ ഭാരം ഉണ്ടാവുള്ളൂ. ഇപ്പോ ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം 60 കിലോഗ്രാം വെയിറ്റ് ആണെന്ന് വെച്ചോ. ഇപ്പൊ നിന്റെ ഭാരം 60 കിലോഗ്രാം വെയിറ്റ് ആണ്. നീ ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ ഭാരം 1/6 കുറയും. എന്ന് വെച്ചാൽ 60 കിലോഗ്രാം വെയിറ്റിന്റെ 1/6 എത്രയാവും? 10 കിലോഗ്രാം വെയിറ്റ്. അപ്പോ ഭൂമിയിൽ എത്രയാണോ ഭാരം അതിന്റെ 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാരം മാത്രമേ ഇങ്ങനെ മാറത്തുള്ളൂ. മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്ന സാധനം ഈ പ്രപഞ്ചത്തിൽ എവിടെ ചെന്നാലും സ്ഥിരമായിരിക്കും. അതായത് ഇപ്പൊ ഒരു വസ്തുവിന് 5 കിലോഗ്രാം ആണ് മാസ് എന്ന് വിചാരിക്കുക. അത് ചന്ദ്രനിൽ പോയാലും ചൊവ്വയിൽ പോയാലും ഇനി എവിടെ പോയാലും ശരി, ഒരു വസ്തുവിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്ന സാധനം സ്ഥിരമായിരിക്കും. പക്ഷെ ഭാരം മാത്രം സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. അപ്പോ ജിമ്മിലും പോകാൻ വയ്യ, ഡയറ്റും ചെയ്യാൻ വയ്യെങ്കിൽ പിന്നെ ഭാരം കുറയ്ക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നേരെ ചന്ദ്രനിലോട്ട് വിട്ടോ.